സമര പോരാട്ടങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മധുരയുടെ മണ്ണിൽ CPI-എമ്മിൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുന്നു. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു. ഇനിയിപ്പോൾ പ്രതിനിധി സമ്മേളനം 4 മണിക്ക് ആരംഭിക്കും. ഉദ്ഘാടന സെഷന്റെ വിശദാംശങ്ങൾ. ഷമി, ഉദ്ഘാടന സെഷൻ പൂർത്തിയായി ഇപ്പോൾ സമ്മേളനം ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. ഇനി 4 മണിക്കാണ് ഈ പ്രതിനിധി സമ്മേളനം പുനരാരംഭിക്കുന്നത്. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കരട് രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരിക്കും സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഈ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണത്. അതോടൊപ്പം തന്നെ കരട് രാഷ്ട്രീയ പ്രമേയം 2 മാസം മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കുകയും അത് പാർട്ടി അംഗങ്ങളിൽ നിന്നെല്ലാം ഉൾപ്പെടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയമാണ്. അതിന് അന്തിമ രൂപം പാർട്ടി കോൺഗ്രസിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും നൽകുന്നത്. ഏത് രീതിയിലുള്ള നയസമീപനമാണ് പാർട്ടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും ഈ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഇന്നത്തെ ഉദ്ഘാടന സെഷൻ എന്ന് പറയുന്നത് അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. കാരണം CPI-എമ്മിൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്യുന്നതിനായി രാജ്യത്തെ ഇടത് പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്ന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടത് ഐക്യം വിളിച്ചോതുന്ന ഒരു വേദിയായി കൂടി ഈ ഉദ്ഘാടന ചടങ്ങ് മാറുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് തന്നെ ഈ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പ്രത്യേകമായി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. അതിനുശേഷം സംസാരിച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടിയതും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വതന്ത്ര ശക്തി ആർജിച്ചുകൊണ്ട് എങ്ങനെ CPI-എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമായിരിക്കും സമ്മേളനത്തിൽ ഉണ്ടാവുക, പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവുക. ആ രീതിയിൽ ഗൗരവമായിട്ടുള്ള സമ്മേളനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് പിടിമുറുക്കിയിട്ടുള്ള വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കുന്ന സമ്മേളനമായി ഇത് മാറും എന്നുള്ള കാര്യം തന്നെയാണ് പ്രകാശ് കാരാട്ടും ചൂണ്ടിക്കാട്ടിയത്. ഇന്നത്തെ ഈ ഉദ്ഘാടന സെഷൻ്റെ അധ്യക്ഷത വഹിച്ചത് PB അംഗം കൂടിയായ മണിക് സർക്കാർ ആയിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും വർഗീയ ശക്തികൾ, സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ വിഭജന നയങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയെല്ലാമുള്ള ആക്രമണങ്ങളുമായിരുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോരാട്ടം നയിക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് മണിക് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച CPI-യുടെ ജനറൽ സെക്രട്ടറി രാജ ഉൾപ്പെടെയുള്ളവരും ഇടത് ഐക്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും പ്രതിനിധി സമ്മേളനം നിരീക്ഷകർ ഉൾപ്പെടെ 800-ലധികം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ സന്ദേശങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും ഈ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് ആ സന്ദേശങ്ങൾ കൂടി വായിക്കുകയും ചെയ്യും. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPI-എമ്മിന് ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് എങ്ങനെ ഈ ഒരു തീവ്ര വലതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, നവഫാസിസം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ചർച്ചകളായിരിക്കും ഈ സമ്മേളനത്തിന് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഷമി. സന്തോഷ്, ന്യൂനപക്ഷങ്ങളെ 2ാം തരം പൗരന്മാരായി തരം തിരിച്ചുകൊണ്ട് ഉള്ള ഒരു ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നാണ് പ്രകാശ് കാരാട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, ഓരോ കാര്യങ്ങളിലും ഏറ്റവും അവസാനം വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പെരുന്നാൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല. ഈദ്ഗാഹകൾ നടത്താൻ ഭയങ്കരമായ നിയന്ത്രണങ്ങൾ കാശ്മീർ തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിലും. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഓരോരോ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അവരെ ഒരു പ്രത്യേകം ബ്ലോക്കായി മാറ്റിക്കൊണ്ട് രാജ്യത്ത് വർഗീയ വിഭജനം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അതിശക്തമായി ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള നിയോ ഫാസിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടം തുടരണമെന്നാണ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. സന്തോഷ്.
തീർച്ചയായും തീവ്ര വലതുപക്ഷം അതിൻ്റെ ഏറ്റവും ഊർജിതമായ രീതിയിൽ തന്നെ വർഗീയ വിഭജന നയങ്ങൾ നടപ്പാക്കുക, അതോടൊപ്പം തന്നെ ശത്രുക്കൾ എന്ന് കരുതി മാറ്റി നിർത്തിയ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും അവരെ തുടർച്ചയായിട്ടുള്ള കടന്നാക്രമണം അവർക്കെതിരെ ഉണ്ടാവുക, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ രാജ്യവ്യാപകമായി തന്നെ അവരെ രണ്ടാം പൗരന്മാരായി കണ്ടുകൊണ്ടുള്ള ഭരണപരമായിട്ടുള്ള കടന്നാക്രമണവും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള കടന്നാക്രമണവും അവർക്കെതിരെ ഉണ്ടാവുക, ഇവർക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല നയങ്ങളും സർക്കാർ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അത്തരത്തിൽ അത്യന്തം ഗൗരവകരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന കാര്യമാണ് പ്രകാശ് കാരാട്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഒരു സ്വഭാവം നിലനിർത്തണമെങ്കിൽ നിലവിലെ അധികാരത്തിൽ നിന്നും സംഘപരിവാർ നേതൃത്വം നൽകുന്ന BJP-യെ RSS നേതൃത്വം നൽകുന്ന BJP-യെ പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് അതിനു മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത്. ആ ലക്ഷ്യം മുന്നോട്ട് വെച്ച് പോകണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തെ ശക്തി ആർജിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തെ ശക്തി ആർജിക്കുന്നതിനെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM ഒരു സ്വതന്ത്ര സ്വഭാവം അല്ലെങ്കിൽ CPIM-ന്റെ സ്വതന്ത്ര ശക്തി പാർട്ടി എന്നുള്ള രീതിയിൽ വർദ്ധിക്കേണ്ടതുണ്ട്. CPM-ന്റെ സ്വതന്ത്ര ശക്തി വർദ്ധിക്കുകയും അതിനൊപ്പം തന്നെ ഇടതുപക്ഷത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ശക്തി വർദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഈ BJP-ക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ കഴിയുകയുള്ളൂ. അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയായിരിക്കും പാർട്ടി കോൺഗ്രസ് ചർച്ചകൾക്ക് ശേഷം ആ രീതിയിലുള്ള നയങ്ങൾ തന്നെയായിരിക്കും രൂപീകരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമായിട്ടുള്ള ഇന്നത്തെ കടന്നാക്രമണങ്ങളെയും വെല്ലുവിളികളെയും ഏത് രീതിയിൽ സമീപിക്കാൻ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അവരിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ ഇത്ര അഭിസംബോധന ചെയ്യുകയും CPIM-നെ പോലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഇന്ന് വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ആ സഭയിലേക്കേ വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ആ സഭയിലേക്ക് വരുന്നില്ല. നിർണായകമായ സമയങ്ങളിൽ കോൺഗ്രസ് പലപ്പോഴും എടുക്കുന്ന അഴകുഴമ്പൻ സമീപനം, അവിടെയാണ് കേരളം എന്ന സംസ്ഥാനം വ്യത്യസ്തമാകുന്നത്. ഈ സംസ്ഥാനം എല്ലാ മതങ്ങളെയും സഹോദരങ്ങളെപ്പോലെ കണ്ട് മനുഷ്യർ ജീവിക്കുന്ന ഒരു ഇടമായി നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വിശിഷ്യ CPIM-ന്റെ പ്രസക്തി കൊണ്ടാണ്. അതുതന്നെയാണ് പ്രകാശ് കാരാട്ട് ഈ രാജ്യത്ത് ആകെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും പറഞ്ഞതും. തീർച്ചയായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഇന്ന് വഖഫ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളായിട്ടുള്ള MP-മാരോട് ഉടൻ മടങ്ങിപ്പോകാനാണ് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം നൽകിയത് എന്നുള്ള കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിന് നന്ദി പറയേണ്ടിയിരുന്നത് മധുരയുടെ CPIM MP ആയിട്ടുള്ള സു വെങ്കടേശനായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായില്ല. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം കേന്ദ്ര കമ്മിറ്റി ചേർന്നപ്പോൾ ഉള്ള തീരുമാനമനുസരിച്ച് ദില്ലിയിലേക്ക് പോവുകയും അവിടെ പാർലമെൻറ്റിൽ ഈ വഖഫ് ബില്ലിനെതിരായിട്ടുള്ള വോട്ട് ചെയ്യുകയും അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ എല്ലാം ഭാഗമാവുകയും ചെയ്യാനായി അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ K. രാധാകൃഷ്ണൻ MP ഇന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യം. അത്തരത്തിൽ ഈ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുരുതരമായ ഈ രാഷ്ട്രീയ സാഹചര്യം ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങൾ വഖഫ് ബില്ല് പോലുള്ള ബില്ലുകൾ നടപ്പാക്കുമ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നതും ആ ഒരു നിലപാട് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, ആർജവമുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് രാജ്യത്ത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മതനിരപേക്ഷ ചേരി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും. കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പലതവണ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും പിന്നീട് പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിലായാലും എല്ലാം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഈ ഒരു സമീപനം, അതായത് ഒരു ദൃഢമായിട്ടുള്ള ഒരു സമീപനം എടുക്കുകയും ആ സമീപനം ഒറ്റക്കെട്ടായി കൊണ്ട് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു പ്രതിസന്ധിയായി ഈ പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ആ ഒരു പ്രതിസന്ധിയുണ്ട്. അതേസമയം തന്നെ അത്തരത്തിലുള്ള ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് BJP-ക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക്, അത് പാർലമെൻറ്റിലായാലും പുറത്തിലായാലും അതിന് ഏറ്റവും പതാകവാഹകരായി മുന്നിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം നയിക്കുന്നത് CPIM-ഉം ഇടതുപക്ഷവുമാണ്. ആ ഒരു പ്രാധാന്യം തന്നെയാണ് ഇന്ന് ഈ പാർട്ടി കോൺഗ്രസിൽ CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച ഇടത് നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയതും. ആ കാര്യം തന്നെയാണ് CPM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തിൽ ആ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രാധാന്യം കൂടിയാണ് നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തത്. ഷമി, രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ലിബറൽ നയങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായി തുടരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് CPIM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുന്നത്. സന്തോഷാണ് മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.